അപ്പോൾ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ട്രാവൻകൂർ മാളിൽ വെച്ച് മോൻ്റെ സ്കൂളിൽ ഒരു കൾച്ചറൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റായിപ്പോയി. സംഭവം 6 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ഏകദേശം 5:15 കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ കൂടുതലുണ്ട് ട്രാവൻകൂർ മാളിൽ പോകാനായിട്ട്. അപ്പോൾ നേരെ നമുക്ക് ട്രാവൻകൂർ മാളിൽ വെച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ വല്ലവിധേനയും അടിച്ചുവിട്ട് ട്രാവൻകൂർ മാളിലെത്തി. ഇനിയിപ്പോൾ ഇത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോകണം. ഇപ്പം സമയം ഏതാണ്ട് 6 മണി 5:50 കഴിഞ്ഞു, 5:55 കഴിഞ്ഞു. ഇത് 6 മണിക്ക് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പാർക്കിംഗ് ഏരിയയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് പാസ്സും ഒക്കെ എടുത്തുകൊണ്ട് വേണം പോകാൻ. ദൈവമേ, ഏതാണ്ട് വളഞ്ഞ് പോവാം. ഇത് ടോപ്പിൽ എവിടെയോ ആണ്. ഇതിങ്ങനെ സെക്ഷനായിട്ടാണ് പാർക്കിംഗ് ഏരിയ ഉള്ളത്. അയ്യോ, കണ്ടില്ലേ, ഇത് ടെറസിലാണ് കേട്ടോ. ഏറ്റവും റൂഫിൽ ടെറസിൻ്റെ മുകളിലാണ് നമുക്ക് പാർക്കിംഗ് ഏരിയ കിട്ടിയത്. നല്ല മഴയൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ മഴ പെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ട് ചാറുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. നമ്മൾ മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ ടെറസിലാണ് വന്നിറങ്ങിയത്. ആകാശക്കാഴ്ചകൾ നല്ല ഗംഭീരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ചന്ദ്രനൊക്കെ ഉദിച്ച് നിൽക്കുക. ഏകദേശം സമയം ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞേ ഉള്ളെങ്കിലും നന്നായിട്ട് സന്ധ്യ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇത്തിരി ടെൻഷനില്ല. കാരണം ദണ്ട് ഇവിടെ കണ്ടില്ലേ, ഒരു ഫ്ലാഗ്, ദേശീയ പതാക അങ്ങനെ പാറിക്കളിച്ച് നടക്കുന്നു. ഇത് മാളിലോട്ടുള്ള എൻട്രിയാണ് കേട്ടോ. നമുക്കിതുവഴി എളുപ്പത്തിൽ ഏത് ഫ്ലോറിൽ വേണേൽ പോവാം. കാരണം എസ്കലേറ്റർ, ലിഫ്റ്റ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മോൻ്റെ കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങിക്കാണും. അപ്പോൾ ആ ഒരു ടെൻഷനുണ്ട്. ശരിക്കും നല്ല ടെൻഷൻ അടിച്ചാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ പ്രോഗ്രാം സ്റ്റാർട്ടായോ ഇല്ലയോ എന്നുള്ളത്. ബാൻഡ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് അടിപൊളിയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എനിക്കത് ആദ്യം തൊട്ട് കണ്ടാക്കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളങ്ങനെ തപ്പിപ്പിടിച്ച് 3rd ഫ്ലോറിൽ ചെന്നു. ഇത് അപ്പോഴാണ് അറിയുന്നത് ഫസ്റ്റ് ഫ്ലോറിലായി സംഭവം നടക്കുന്നതെന്ന്. ഇത് കണ്ടില്ലേ, ഇവിടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് പ്രത്യേകമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഞാൻ മുൻപ് നേരത്തെ ഈ മാൾ ഓഫ് ട്രാവൻകൂറിൽ വന്നപ്പോൾ ഇത്രയൊന്നും ഡെവലപ്ഡ് അല്ലായിരുന്നു. ഞാൻ കുറേ കാലമായി ഇവിടെ വന്നിട്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ഷോപ്പുകൾ, അതുപോലെ തന്നെ കുറേ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഇത് അവർ പ്രത്യേകമായിട്ട്, എനിക്കൊന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ ഒരു ഇന്ത്യ എന്തായാലും ഭാഗ്യത്തിന് ഞങ്ങൾ വന്നപ്പോഴത്തേനും തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്കപ്പോൾ ഇതൊന്ന് കേട്ടിട്ട് Please give a huge round of applause for the Sainik School Karavagam band display.
അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനിയിപ്പോൾ ഈ മാള് മൊത്തം ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വെച്ചു. പ്രോഗ്രാം കഴിഞ്ഞ് അവരൊക്കെ പോയി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ അപ്പോൾ ഈ കൾച്ചറൽ പ്രോഗ്രാമിന് ശേഷമായിട്ട് നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് എന്തോ മ്യൂസിക്കൽ പരിപാടികളൊക്കെ നൈറ്റിൽ നടക്കുന്നുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇത് മൊത്തം ഒന്ന് ചുറ്റി കണ്ട് അടിച്ചു പൊളിച്ച് ഇത് മൊത്തത്തിലൊന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാമെന്ന് വെച്ചു. ഇത് കണ്ടില്ലേ, ബാഗുകൾ, സംഭവങ്ങൾ, ഒരുപാട് ഷോപ്പുകൾ ഇഷ്ടം പോലെ പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഈ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഒരു കസേരയാണ്. അതെന്താണ് സംഭവം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? റിലാക്സ് 60 രൂപയ്ക്ക്. എനിക്ക് തോന്നുന്നു ഈ ഇതേൽ കയറി ഇരുന്ന് നമ്മളിങ്ങനെ കിടന്ന് നമ്മുടെ ശരീരമൊക്കെ ബോഡിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് റെഡിയാക്കി തരുന്നൊരു സംവിധാനമാണെന്ന് തോന്നുന്നു. ഇതെല്ലാം പിന്നെ മോട്ടറാണ് കേട്ടോ, മനുഷ്യരൊന്നുമല്ല മസാജ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിലാക്സ് എന്ന് പറഞ്ഞ സാധനം അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുക. കൊള്ളാം, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് വന്നപ്പോൾ പതുക്കെ പെണ്ണുമ്പിള്ളക്കൊരു സൈഡ് വലിവ്. ട്രെൻഡ്സാണ് കേട്ടോ. ഈ പെണ്ണുങ്ങളുടെ ഏറ്റവും പ്രധാന പിന്നെ ഒരു കാര്യമാണല്ലോ, ആകർഷണമാണല്ലോ ജുവൽസും അതുപോലെ തന്നെ ഈ പറഞ്ഞ തുണി ഐറ്റംസും ഒക്കെ. അപ്പോൾ അങ്ങനെ പതുക്കെ എന്നെ കൊണ്ട് ട്രെൻഡ്സിലോട്ട് കയറിയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. തിരിച്ചിറങ്ങി മിക്കവാറും വല്ല കൂട്ടുകാരോടും വിളിച്ച് കടം വാങ്ങിക്കേണ്ടി വരും പൈസ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലേഡീസ് കളക്ഷൻസിലാണ്. മോഡേൺ വസ്ത്രങ്ങളുടെ വിപുലമായ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നേരെ വന്നിപ്പോൾ ട്രെൻഡ്സിലോട്ടാണ് കയറിയിരിക്കുന്നത്. അവളും കൂടെ ഉണ്ട്. അപ്പോൾ ഈ പെണ്ണുങ്ങളെ കൊണ്ട് തുണിക്കടയിൽ കയറിയുള്ള അവസ്ഥ അറിയാമല്ലോ. അവൾ കംപ്ലീറ്റ് എടുത്ത് വെച്ച് അലക്കി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും നോക്കിയിട്ടോട്ടെ. അവൾ എന്നെ ഒരു സൈഡിൽ ഇവിടെ ഒതുക്കി നിർത്തി വെച്ച് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് കിടന്ന് മേഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയുള്ള സംഗതികളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ വന്ന് കയറിയത് ലേഡീസിൻ്റെ സെക്ഷൻസിലോട്ടാണ്. 399, 499 രൂപയ്ക്കൊക്കെ കുർത്തികൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ ലേഡീസിൻ്റെ സെക്ഷനിലൊക്കെ ഞാൻ മൊത്തത്തിൽ നടന്ന് നോക്കിയിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്ഷനിലോട്ട് വന്നതാണ്. ഇവിടെ കണ്ടില്ലേ, പാൻറ് 799, ടീഷർട്ട് 799, എല്ലാം 799 കണക്കാന്നു. അതെന്തുവാ? ലേഡീസിന് 399 ജെൻസിന് 799. ഇത് വളരെ നീതികേടല്ലേ? ഒരു തൊപ്പി വരെ 799. പക്ഷേ പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, വെറൈറ്റി മോഡൽസ്. കണ്ടില്ലേ, ഷോർട്സ് ഒക്കെ നല്ല മോഡൽസ് വന്ന് കിടപ്പുണ്ട്. ഷോർട്സും പാൻറ്റും ഒക്കെ നല്ല അടിപൊളി മോഡൽ വന്ന് കിടപ്പുണ്ട്. ഏത് ടീഷർട്ട് എടുത്ത് നോക്കിയാലും 799, 799, 799. ബെൽറ്റ്, ബെൽറ്റ് നോക്കി, അതിനും 799. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഒറ്റ വില വിൽക്കുന്നതാണെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. എന്തായാലും അടിപൊളി. ടീഷർട്ടും ഷർട്ടുകളും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ മോഡലുകൾ കണ്ടു കേട്ടോ, സത്യം. അങ്ങനെ ഞങ്ങൾ ട്രെൻഡ്സിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വെറൈറ്റി പിന്നെ വാഹനം. ഇവിടെ പെർഫ്യൂംസ് ഒക്കെ വിൽക്കുന്ന ഒരു സംഭവം. പെർഫ്യൂംസ് അത് എടുത്തൊന്ന് മണപ്പിച്ച് നോക്കി അവരെ നമുക്ക് കയ്യിലൊക്കെ അടിച്ചു തന്നു. പക്ഷേ അതിൻ്റെ വില കേട്ടപ്പം ഇത്തിരി കത്തിയാണ്. 999 രൂപ. കത്തിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദാണ്ട പോന്നു, അടിപൊളി, കൊള്ളാം. ഞാനങ്ങനെ ഓരോ ഷോപ്പുകളിലും കയറി ഇറങ്ങി പതുക്കെ അവിടെയൊക്കെ എന്തൊക്കെയാണ് കച്ചവടം നടക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ നോക്കി വരിക. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, അവളെ ഏൽപ്പിച്ചു. ഇവിടെ കണ്ടില്ലേ, അമർ ജവാൻ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായിട്ട് ആണെന്ന് തോന്നുന്നു. കൊള്ളാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു മ്യൂസിക്കൽ എന്തോ നൈറ്റ് ഷോ നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ.
അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് നമ്മളിന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒരു 10-15 മിനിറ്റ് എടുക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറഞ്ഞു. എന്തായാലും ഇവരുടെ പ്രോഗ്രാം കൂടെ കണ്ടൊന്ന് ചില്ല് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ 10 മിനിറ്റ് സമയം ഞാനിത് മൊത്തം നടന്നൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറുക. സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പം താഴെ കണ്ടതല്ല വേറൊരു വെറൈറ്റി മോഡൽ വണ്ടി. അതേലേ ഇങ്ങനെ ആളുകളെയൊക്കെ കയറ്റി ചുറ്റി നടന്ന് കാണിക്കും. അതാണ് മെയിൻ പരിപാടി. അതൊരു പ്രത്യേക രസമുണ്ട് അതേ കയറാൻ എന്ന് തോന്നുന്നു. കുട്ടികൾക്കുള്ളതാണ് മിക്കവാറും ഒക്കെ. എന്തായാലും ഞാൻ ഇന്നിവിടെ മൊത്തം കറങ്ങി നടന്ന് മൊത്തത്തിൽ ഷൂട്ട് ചെയ്യുന്നു. ഇവിടെ മാക്സിൻ്റെ ഒരു ഷോറൂം അടിപൊളി. എന്തായാലും അവള് വേറെ ഏതോ സ്ഥലത്തോട്ട് പോയത്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ കൂടെ കയറ്റി തന്നെ എന്നെ സകലയിടത്തും കയറി ഇറങ്ങിയേ പോകത്തുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ മോളിൽ നിന്ന് കണ്ട താഴത്തെ വണ്ടി, ഇത് മുകളിലത്തെ വണ്ടി കണ്ട അതാണ്ട് വരുന്നു. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. കടല് പോലെ കിടക്കുക. അയ്യോ. അപ്പോൾ ഇനി നമുക്ക് ക്രോക്സിൻ്റെ ഒരു VIP ഷോറൂം, ഷൂവിൻ്റെ ഷോറൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ദാണ്ട വരുന്ന അങ്ങോട്ട് പോയ വണ്ടി കറങ്ങി തിരിഞ്ഞ്. അയ്യോ കൊള്ളാം കേട്ടോ, നല്ല സൂപ്പർ എക്സ്പീരിയൻസാ. അലൻസോളിയുടെ ഇവിടെ ഇല്ലാത്ത ഷോറൂമുകളൊന്നുമില്ല. ജോക്കയുടെ ഷോറൂം, മിക്കവാറും ഇന്റർനാഷണൽ ലെവലിലുള്ള എല്ലാ ഷോറൂമുകളും ഇവിടെ ഉണ്ട്. അടിപൊളി. അത് കൂടാതെ കുറേയൊക്കെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് മ്യൂസിക്കൽ ഷോ തുടങ്ങി, പക്ഷേ ഞാൻ അതിൻ്റെ പാട്ട് കേൾപ്പിക്കുന്നില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിച്ച് എന്ത് ചെയ്യും. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഞങ്ങളൊന്ന് കണ്ടിട്ട് ഇവിടെ മാട്രസിൻ്റെ ഒരു ഷോപ്പ്. കിടിലൻ, ഒന്നും പറയണ്ട. താണ്ട വരുന്നു, കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ കൊണ്ടു നടക്കുക ആളുകളെയും കൊണ്ട്. അപ്പോൾ ഞാനങ്ങനെ രണ്ടാമത്തെ ഫ്ലോറും ഒന്ന് കവർ ചെയ്തേച്ച് തേർഡ് ഫ്ലോറിലോട്ട് കയറി. ഗ്രൗണ്ട് ഫ്ലോറോ ഫസ്റ്റ് ഫ്ലോറോ അല്ല, ഇത് സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞാൽ 3 നിലകളേ ഉള്ളൂ. ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്. ഇവിടെ മൊത്തം കഫറ്റേരിയകളും അതുപോലെ തന്നെ ഫുഡ് കോർണറാണ്. ഫുഡ് കോർണറും ഗെയിം സോണുമാണ്. ഇവിടെ ഞാനപ്പോൾ ഒരു വെറൈറ്റി സാധനം കണ്ടു കേട്ടോ. പൊട്ടറ്റോ കൊണ്ടുള്ള എന്തോ ഒരു സംഭവം, അത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. കണ്ടില്ലേ, ഈ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടേ ഏതോ ഒരു രീതിയിൽ അത് കട്ടായിട്ടില്ല, സ്പ്രിങ് പോലെ ഇരിക്കുന്നു. എന്നിട്ട് അത് എണ്ണയിൽ വെച്ചിട്ട് മുരിച്ചെടുക്കുന്ന കൊള്ളാം കേട്ടോ, ഒരു വെറൈറ്റി സംഭവം. പൊട്ടറ്റോ കിങ് എന്നാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. പല സൈസിലുള്ള സാധനങ്ങളുണ്ട്. 100 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊള്ളാം. അതിങ്ങനെ എണ്ണയിൽ വെച്ച് മുരിച്ചിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ അതിൻ്റെ മുകളിൽ പിന്നെ ഒരു പൊടിക്കകത്തിട്ട് ഇങ്ങനെ അതൊന്ന് കറക്കിയിട്ട് കുറച്ച് ക്രീമി ആയിട്ടുള്ള എന്തോ സാധനം അതിൽ വയ്ക്കുന്നുണ്ട്. കൊള്ളാം. ഞങ്ങളപ്പോൾ അതിലെ ഒരെണ്ണം വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് കഴിച്ചൊക്കെ നോക്കി. എന്നിട്ട് നേരെ ഫുഡ് കോർട്ടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ആ ഗാനമേള നടക്കുന്നിടത്തോട്ട് പോവാം. ആ മ്യൂസിക്കൽ സെക്ഷൻസിൽ പതുക്കെ ചെന്ന് കുറേ നേരം ഗാനമേളയൊക്കെ കേട്ട് അടിപൊളിയായിട്ടൊന്ന് ചില്ല് ചെയ്തു. എന്നിട്ട് ഇവിടെ ഗെയിം സോണിൻ്റെ അവിടെ വന്നപ്പോൾ കണ്ടില്ലേ കുറേ വെറൈറ്റി മുട്ടായികൾ പല കളറിലുള്ളത്. ഗെയിം സോൺ കുട്ടികളുടെ സെക്ഷനാണല്ലോ, അപ്പോൾ അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഗെയിം സോണിലൊന്ന് കയറി നോക്കാമെന്ന് വെച്ചു. വലിയവർക്കുള്ള കളികൾ കുറവാണ് കേട്ടോ, കുട്ടികളുമായിട്ടുള്ള കളികളെ ഉള്ളിവിടെ. കൊച്ചുകുട്ടികൾക്കുള്ള പരിപാടികളാണ് ഇവിടെ മൊത്തം. അപ്പോൾ എനിക്ക് ഗെയിം സോണിൽ കയറിയിട്ട് ഒന്നിലും വലിയ താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് അവിടുന്ന് പതുക്കെ ഞാനിങ്ങ് ഇറങ്ങി. എന്തായാലും ഇറങ്ങുന്നതിന് മുമ്പ് ഇത് എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. ഇനിയിപ്പോൾ പിള്ളേരെ കൊണ്ടൊക്കെ വരികയാണെങ്കിലേ അവരെ കൊണ്ട് ഗെയിം സോണിൽ കയറിയാൽ നമുക്ക് കുറച്ച് പരിചയം വേണ്ടേ, ഏതൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നതെന്നുള്ളതൊന്ന് അറിഞ്ഞിട്ട് ഇവിടുന്ന് പോവാം. ഇഷ്ടം പോലെ കേട്ടോ, കൊച്ചു കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ സംഗതികളുണ്ട് ഇവിടെ. അടിപൊളി. അപ്പോൾ നമ്മളങ്ങനെ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാനായിട്ട് തുടങ്ങുക. പക്ഷേ ഇവിടുന്ന് വഴി അന്വേഷിച്ച് നടക്കുക. നമ്മുടെ വണ്ടി അങ്ങനെ ടെറസിലായിട്ടേക്കുന്നത്. അപ്പോൾ ടെറസിലെ എസ്കലേറ്റർ നോക്കിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ ടെറസിൽ ചെല്ലണം. അപ്പോൾ നേരെ
വീട്ടിലോട്ട് പോകണം, വണ്ടി എടുത്തോളാം. ഓക്കെ. എന്തായാലും ഈ ഇവിടുത്തെ ഒരു പ്രത്യേക അനുഭവം കേട്ടോ, ഈ ടെറസിൻ്റെ മുകളിലുള്ള സംഭവമേ. കാരണം നല്ല നല്ല രസമുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റും ഒരു പ്രത്യേക രസമാണ് ഇവിടെ നിൽക്കാൻ. അത് എനിക്ക് തോന്നുന്നു ഈ സമയത്തൊക്കെ വന്നെങ്കിലേ പറ്റുള്ളൂ, അല്ലാതെ ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. പക്ഷേ ഈ സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ഇവിടെ. ഞാൻ ആദ്യമായിട്ട് ഈ ടെറസിൻ്റെ മുകളിൽ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട്. കൊള്ളാം, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൻ്റെയാണെന്ന് തോന്നുന്നു ഇവിടെ ദേശീയ പതാകയൊക്കെ ഇങ്ങനെ പാറിക്കളിച്ച് നടക്കുന്നത്. മൊത്തത്തിൽ അങ്ങനെ ഇന്നത്തെ ദിവസം ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ. വൈകുന്നേരം അടിപൊളി, നല്ല ചില്ല് ചെയ്തു. നമുക്കിനി നമ്മുടെ വണ്ടി തപ്പി പിടിക്കണം, അതാണ് ഏറ്റവും വലിയ പാട്. വണ്ടിയൊക്കെ കൊണ്ടിട്ട് താഴോട്ടിറങ്ങിപ്പോയി. പക്ഷെ തിരിച്ചു കയറി വന്നപ്പം വണ്ടി എവിടെ കിടക്കുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഇഷ്ടം പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്ത് മാറിയും തിരിഞ്ഞും ഒക്കെ കിടക്കുക. അങ്ങനെ ട്രാവൻകൂർ മാളിലെ ഒരു അടിപൊളി ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Bye.